ഹലോ എവരി വൺ, മഹി ഉണ്ണി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് വഴുതനയും കിഴങ്ങും വെച്ച് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ. ചപ്പാത്തിയിലേക്കും ചോറിലേക്കും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, 2 കിഴങ്ങ്, പിന്നെ ഞാൻ 3 വഴുതനയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒരു മീഡിയം സൈസ് പീസാക്കി വയ്ക്കാം. എല്ലാം പീസാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ വേണം. അപ്പോൾ ഇത് ചതച്ച് വെച്ചിട്ടാണ്, അത് ചതക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഒന്ന് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുരുമുളകും നമ്മുടെ എരിവിന് പാകമുള്ള അത്ര കുരുമുളക് എടുത്തിട്ട് ചതച്ച് വയ്ക്കാം. അതുപോലെ പെരുംജീരകം കൂടെ ചതയ്ക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകും ജീരകവും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചതാണ് ആദ്യം ഇടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അതിൻ്റെ നല്ല സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് കുഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് അതൊന്നും കൂടെ ഒന്ന് വഴറ്റി റെഡിയാക്കാം. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ പെരുംജീരകം ചതച്ച് വെച്ചതും കൂടെ ചേർക്കാം. ഇനി അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കിഴങ്ങും അതുപോലെ വഴുതനയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അത് തിളച്ച് വന്ന് കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി വേവും. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും കഴിച്ച് നോക്കൂ കേട്ടോ.